ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എടുക്കുന്നത് എക്സൽ ഷോർട്ട് കട്ട് കീസാണ്. പാർട്ട് 4. പാർട്ട് 3 വരെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട് കീസ്, ഒരു 20-ലധികം ഷോർട്ട് കട്ട് കീസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇതിലിപ്പം നമ്മൾ ഒരു വർക്ക് ബുക്കിൽ നമ്മൾ വർക്ക് ചെയ്തു, ഡീറ്റെയിൽ എല്ലാം കൊടുത്തു, ഡാറ്റ എല്ലാം കൊടുത്തു. ഇനിയിപ്പം നമുക്ക് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ബുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സലിൽ നമ്മൾ ഫയലിൽ ന്യൂ കൊടുക്കും. ഈ ഫയലിൽ ന്യൂ കൊടുക്കുന്നതിന് പകരമായിട്ട് Ctrl+N പ്രസ് ചെയ്താൽ മതി. Ctrl+N പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബുക്ക് ഓപ്പൺ ചെയ്യും. ബുക്ക് 1 എന്നും പറഞ്ഞ് പുതിയ ബുക്ക് ഓപ്പൺ ചെയ്തു. അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. കീബോർഡ് വഴി പുതിയൊരു ബുക്ക് എക്സലിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+N. ഓക്കെ, ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് ഫയൽസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയലിൽ ഓപ്പൺ കൊടുത്താണ് എടുക്കാറ്. അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീയാണ് Ctrl+O. Ctrl+O കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് ഫയൽ, സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+O. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ Ctrl+S എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. Ctrl+S എന്നാൽ സേവ് എന്നാണ്. നമ്മൾ ഡാറ്റാസ് എല്ലാം എൻ്റർ ചെയ്യുമ്പോൾ കൂടെ നമ്മൾ സേവ് ചെയ്യാറുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ സേവ്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാറുണ്ട്. അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന കീയാണ് Ctrl+S. നെക്സ്റ്റ് കീയാണ് Ctrl+W. അതായത് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് Ctrl+W യൂസ് ചെയ്യുന്നത്. അതിൽ ഓപ്ഷൻ വരുന്നത് ഫയലിൽ ക്ലോസ് എന്നുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്താലും സെയിം തന്നെ, Ctrl+W. ഇപ്പോൾ Ctrl+W കൊടുക്കുമ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, നമ്മൾ ചേഞ്ചസ് വരുത്തിയത് സേവ് ചെയ്യണോ വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. സേവ് കൊടുക്കുക, അല്ലെങ്കിൽ ഡോണ്ട് സേവ് കൊടുക്കുക. അതായത് എക്സിസ്റ്റിംഗ് ഫയൽ, ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഏത് കീ യൂസ് ചെയ്യുന്നത്? Ctrl+W. കണ്ടോ, ആ ഫയൽ ക്ലോസ് ചെയ്തു. ഓക്കെ, Ctrl+W ആണ് എക്സിസ്റ്റിംഗ് ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മൾ ക്ലോസ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കീബോർഡ് വഴി Ctrl+O കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഏത് ഫയലാണോ സെലക്ട് ചെയ്യുക, അപ്പോൾ നമ്മുടെ ഫയൽ ഓപ്പൺ ആയി. ഓക്കെ, Ctrl+W കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഫയൽ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത കീയാണ് Ctrl+F. Ctrl+F കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പം ഈ ഷീറ്റിനകത്ത് ഒരുപാട് ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീയാണ് Ctrl+F, അല്ലെങ്കിൽ ഫൈൻഡ് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. Ctrl+F കൊടുക്കുകയാണെങ്കിൽ ഇതിലെനിക്ക് ഏതെങ്കിലും ഒരു ആളുടെ, ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽ സെർച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേര് കൊടുക്കുക. ഫൈൻഡ് വാട്ട് എന്നുള്ള ബോക്സിനകത്ത് പേര് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അത് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അവിടെയായിരിക്കും കഴ്സർ വന്ന് നിൽക്കുന്നത്. അപ്പം ഞാനിവിടെ സിനി എന്നാണ് കൊടുത്തത്. അപ്പം ആ ഒരു ആളുടെ ഡീറ്റെയിൽ ആയിരിക്കും നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുക. അവിടെയായിരിക്കും കഴ്സർ വന്ന് നിൽക്കുന്നത്. ഓക്കെ, Ctrl+F. Ctrl+F എന്താണെന്ന് മനസ്സിലായോ? അതായത് Ctrl+F എന്ന് പറയുന്നത് ഫൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം ഒരുപാട് ഡാറ്റ, ഒരു 1000 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പം ഈ ഷീറ്റിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്കിപ്പം Ctrl+F കൊടുക്കുകയാണെങ്കിൽ ഫൈൻഡ് എന്നുള്ള ആ ഒരു ബോക്സ് ആയിരിക്കും ഓപ്പൺ ആവുക. അതിൽ നിന്ന് ആരെയാണോ നമുക്ക് വേണ്ടത് അവരുടെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ഈ ഡോക്യുമെൻറ്റിനകത്ത് അല്ലെങ്കിൽ ഷീറ്റിനകത്ത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുക.
ഇപ്പം ഞാനിവിടെ ഷീല എന്നാണ് കൊടുത്തത്. ഇവിടെ അപ്പം ഷീല എന്നുള്ള ആളുടെ ഡീറ്റെയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്തെടുക്കാൻ പറ്റി. കഴ്സർ അവിടെയായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കീ വരുന്നത് റീപ്ലേസിൻ്റെ കീ ആണ്. ഈ ഫൈൻഡ് ചെയ്തത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീ ആണ് കൺട്രോൾ എച്ച്. കൺട്രോൾ എച്ച്. ഈ കൺട്രോൾ എഫ് കൊടുത്താലും കൺട്രോൾ എച്ച് കൊടുത്താലും ഏകദേശം ഒരേ ഡയലോഗ് ബോക്സ് തന്നെയായിരിക്കും. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഡയലോഗ് ബോക്സ് ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്താണോ ഫൈൻഡ് ചെയ്തത് അത് നമുക്ക് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഷീല മാറ്റിയിട്ട് ഇവിടെ വിനി കൊടുത്തു. ഇനി നമുക്ക് ആദ്യം ഫൈൻഡ് ചെയ്യുക, പിന്നെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അവിടെ ഷീല മാറിയിട്ട് വിനി വന്നു. അപ്പം അങ്ങനെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ എച്ച് എന്നുള്ള കീ യൂസ് ചെയ്യുന്നത്. കൺട്രോൾ എഫ് ആൻഡ് കൺട്രോൾ എച്ച്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഫൈൻഡ് ചെയ്തത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ എച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കീ ആണ് കൺട്രോൾ ജി. കൺട്രോൾ ജി എന്ന് പറഞ്ഞാൽ ഗോ ടു. ഈ ഫൈൻഡ്, റീപ്ലേസ്, അതുപോലെ ഗോ ടു ഒക്കെ ഇവിടെ ഹോം എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ അറ്റത്ത് റൈറ്റ് സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. ഫൈൻഡ്, റീപ്ലേസ്, ഗോ ടു അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ഓപ്ഷൻ വഴി എടുക്കാൻ പറ്റും. അതുകൂടാതെ കീബോർഡ് വഴി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം ഷോർട്ട് കട്ട് കീസ് പറഞ്ഞത്. കൺട്രോൾ ജി എന്നുള്ള കീ ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതായത് ഗോ ടു, ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് പോകാൻ വേണ്ടിയാണ് കൺട്രോൾ ജി. അപ്പോൾ ഇവിടെ ഏത് സെല്ലിലേക്കാണോ നമുക്ക് പോകേണ്ടത് ആ സെല്ലിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പം D8 പോകണം. ഞാൻ ഇവിടെ D8 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഈ റെഫറൻസ് ബോക്സിനകത്ത് D8 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ കഴ്സർ അവിടെയായിരിക്കും നിൽക്കുന്നത്. D8 കണ്ടോ? ഇവിടെ നെയിം ബോക്സിനകത്ത് നോക്കിയാൽ മതി, D8 നിൽക്കുന്നത്. ഒരുപാട് ഡാറ്റയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ജി കൊടുക്കുന്നത്. അതിൽ ഏത് സെല്ലിലേക്കാണോ പോകേണ്ടത് ആ സെല്ലിൻ്റെ പേര് കൊടുക്കുക. അപ്പം ഞാൻ F10 എന്ന് കൊടുത്തു. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ F10 കഴ്സർ വന്ന് നിൽക്കുക. അപ്പം കൺട്രോൾ ജി. നെക്സ്റ്റ് കീ വരുന്നത് കൺട്രോൾ ഇസഡ് ആൻഡ് കൺട്രോൾ വൈ. അതായത് നമ്മൾ ഈ ഡോക്യുമെൻറ്റിനകത്ത് അല്ലെങ്കിൽ ബുക്കിനകത്ത് എന്താണോ ലാസ്റ്റ് ചെയ്ത ആക്ഷൻസ് അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് കൺട്രോൾ ഇസഡ് യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഞാനിപ്പം കുറച്ച് മാറ്റർ ടൈപ്പ് ചെയ്തു. ഇനിയിപ്പം നമ്മൾ കൺട്രോൾ ഇസഡ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്ത ആക്ഷൻസ് ആയിരിക്കും ക്യാൻസൽ ആവുക. ഓക്കെ, സപ്പോസ് ഞാൻ അറിയാതെ കുറച്ച് മാറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ എന്ത് ആക്ഷനാണോ ലാസ്റ്റ് ചെയ്തത് അത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഇസഡ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ലാസ്റ്റ് ചെയ്തത് ഡിലീഷനാണ്, അത് തിരിച്ചെടുത്തു. അതായത് ലാസ്റ്റ് എന്താണോ ചെയ്തത് ഈ ഡോക്യുമെൻറ്റിനകത്ത് അല്ലെങ്കിൽ ബുക്കിനകത്ത് അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് കൺട്രോൾ ഇസഡ് യൂസ് ചെയ്യുന്നത്. ഇനി കൺട്രോൾ വൈ ആണെങ്കിലോ, ഇപ്പം ഞാൻ കൺട്രോൾ ഇസഡ് കൊടുത്തു. അതായത് ലാസ്റ്റ് ചെയ്ത ആക്ഷൻസ് ക്യാൻസൽ ചെയ്തു. ഇനി അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ്, അതായത് എന്താണോ അൺഡു ചെയ്തത് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് കൺട്രോൾ വൈ. കൺട്രോൾ വൈ എന്ന് പറഞ്ഞാൽ റീഡു. കൺട്രോൾ വൈ കൊടുക്കുകയാണെങ്കിൽ അൺഡു ചെയ്തത് തിരിച്ചെടുക്കാൻ പറ്റും. കൺട്രോൾ ഇസഡ് ലാസ്റ്റ് ചെയ്ത ആക്ഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ്. അൺഡു ചെയ്തത് എന്താണോ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ വൈ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കീ വരുന്നത് ഷിഫ്റ്റ് സ്പേസ് ബാർ. ഷിഫ്റ്റും സ്പേസ് ബാറും ഒരുമിച്ച് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ കഴ്സർ നിൽക്കുന്നത് ആ റോ കംപ്ലീറ്റ് സെലക്ട് ചെയ്യും. ഷിഫ്റ്റ് സ്പേസ് ബാർ കണ്ടോ? അപ്പോൾ എനിക്ക് ഈ ഹെഡിങ് റോ കംപ്ലീറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക കഴ്സർ. ദെൻ ഷിഫ്റ്റ് സ്പേസ് ബാർ പ്രസ് ചെയ്താൽ മതി, ആ റോ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യും. ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്കിവിടെ കഴ്സർ വെച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം.
റോ കംപ്ലീറ്റ് സെലക്ട് ചെയ്യും. ഒരുപാട് ഡാറ്റ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നതിന് പകരമായിട്ട്. അതായത് ഏത് റോ ആണോ സെലക്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക, ദെൻ ഷിഫ്റ്റ് സ്പേസ് ബാർ. ഓക്കെ. നെക്സ്റ്റ് കീ കൺട്രോൾ ബി. കൺട്രോൾ ബി എന്ന് പറയുന്നത് ബോൾഡാണ്, ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഈ ഹെഡിങ് എല്ലാം ബോൾഡ് ആക്കണം. അപ്പം ഞാൻ ഷിഫ്റ്റ് സ്പേസ് ബാർ യൂസ് ചെയ്തിട്ട് ആ റോ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. ഇനി കൺട്രോൾ ബി കൊടുക്കുകയാണെങ്കിൽ ബോൾഡായി. ഓക്കെ. സാധാരണ നമ്മൾ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് ഏതാണോ ബോൾഡ് ആക്കേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബി എന്നുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താണ് ബോൾഡ് ആക്കാറ്. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് കൺട്രോൾ ബി കൊടുത്താൽ മതി. ഇനിയിപ്പം ഒരു റോ കംപ്ലീറ്റ് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിലെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക, ദെൻ കൺട്രോൾ ബി പ്രസ് ചെയ്യുകയാണെങ്കിൽ ബോൾഡ് ആവും. ഷിഫ്റ്റ് സ്പേസ് ബാർ കൊടുക്കുകയാണെങ്കിൽ ആ റോ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. ഇനി കൺട്രോൾ ബി കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ബോൾഡ് ആവും. ആ റോ കംപ്ലീറ്റ് ബോൾഡായിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇനിയിപ്പോൾ ബോൾഡ് വേണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കൺട്രോൾ ബി കൊടുക്കുകയാണെങ്കിൽ ബോൾഡ് മാറി. ഓക്കെ. അതാണ് ഷിഫ്റ്റ് സ്പേസ് ബാർ ദെൻ കൺട്രോൾ ബി. ഇനിയിപ്പോൾ എനിക്ക് ഈ റോ കംപ്ലീറ്റ് ഇറ്റാലിക്സിൽ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷിഫ്റ്റും സ്പേസ് ബാറും പ്രസ് ചെയ്തു ആ റോ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. ഇനി കൺട്രോൾ ഐ കൊടുക്കുകയാണെങ്കിൽ ആ റോ കംപ്ലീറ്റ് ഇറ്റാലിക്സിൽ കിട്ടി. ഇപ്പോൾ ഏതെങ്കിലും നമുക്ക് ഇറ്റാലിക്സിൽ വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഐ കൊടുത്താൽ മതി, ഇറ്റാലിക്സിൽ കിട്ടും. ഓക്കെ. അതുപോലെ ബോൾഡ് വേണമെന്നുണ്ടെങ്കിൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക, കൺട്രോൾ ബി കൊടുക്കുകയാണെങ്കിൽ അത് ബോൾഡായിട്ട് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുള്ള കീ ആണ് കൺട്രോൾ യു. അണ്ടർലൈൻ കീബോർഡ് വഴി അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനിയിപ്പം കീബോർഡ് വഴി നമുക്ക് അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണോ അണ്ടർലൈൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, കൺട്രോൾ യു കൊടുക്കുക. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് കിട്ടും. എന്താണോ നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ യു കൊടുത്താൽ മതി, അണ്ടർലൈൻ കിട്ടും നമുക്ക്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അണ്ടർലൈൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക, കൺട്രോൾ യു കൊടുക്കുക, വീണ്ടും കൊടുക്കുകയാണെങ്കിൽ അത് പോയി കിട്ടും. ഓക്കെ. സെയിം തന്നെ നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അത് ബോൾഡ് ആണെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ബോൾഡ് കൊടുത്തു, വീണ്ടും സെയിം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ബി കൊടുക്കുകയാണെങ്കിൽ ആ ബോൾഡ് മാറിയിട്ട് സാധാ നോർമൽ ഫോണ്ടിലേക്ക് പോകും. ഇപ്പോൾ ഇതെനിക്ക് ഇറ്റാലിക്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി വീണ്ടും കൺട്രോൾ ഐ കൊടുക്കുകയാണെങ്കിൽ അത് ഇറ്റാലിക്സ് മാറി നോർമൽ ഫോണ്ടിലേക്ക് പോയി. ഓക്കെ. അപ്പോൾ എനിക്കത് ബോൾഡായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ബി, ഇറ്റാലിക്സിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഐ, ദെൻ അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ യു, പിന്നെ ഒരു റോ കംപ്ലീറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് ബാർ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത കീ എന്താണെന്ന് നോക്കാം. കൺട്രോൾ ടി, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കീ ആണ് കൺട്രോൾ ടി. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന എപ്പിസോഡ് ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അന്നേരം കൺട്രോൾ ടി യൂസ് ചെയ്തിട്ടാണ് കീബോർഡ് വഴി നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഇത് ഒരു ടേബിളിൻ്റെ അകത്താക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ടി പ്രസ് ചെയ്താൽ മതി. അപ്പം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇതിൽ നമുക്ക് വേർ ഈസ് ദ ഡാറ്റ ഫോർ യുവർ ടേബിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് റേഞ്ച് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എവിടെയാണോ നമുക്ക് ടേബിൾ വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് പറയാം. ഇപ്പം B4 തുടങ്ങിയിട്ട് F14 വരെ നമ്മൾ സെലക്ട് ചെയ്തു, റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇനിയിപ്പം ഈ മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ അത് ഹെഡേഴ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അത് ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഹെഡേഴ്സ് ആയിട്ട് എടുക്കില്ല. ഓക്കെ. രണ്ടും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പാർട്ട് 3 ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ കൊടുക്കാം. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. കീബോർഡ് വഴി തന്നെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. കൺട്രോൾ ടി ആണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കീ. ഇനി നമുക്ക് അടുത്ത കീ ഓൾട്ട് എൻ്റർ. ഓൾട്ടും എൻ്ററും കൂടി പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെല്ലിനകത്ത് തന്നെ നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ
വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. എൻട്രി ആണെങ്കിൽ അത് നേരെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തു. ഇനിയിപ്പം ഈ സെല്ലിനകത്ത് തന്നെ എനിക്ക് ഡാറ്റ കൊള്ളിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തു ഓൾട്ട് എൻ്റർ. ഓൾട്ട് എൻ്റർ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം സെല്ലിനകത്ത് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓൾട്ട് എൻ്റർ. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ നേരെയായിരിക്കും ടൈപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതിപ്പം നമ്മൾ ഈ ഒരു കോളം തന്നെ വലുതാക്കി കൊടുത്താലും അതിനകത്തായിരിക്കും വരിക. ഇതിനകത്ത് ഈ കംപ്ലീറ്റ് മാറ്റർ അതിനകത്ത് വന്നു എന്ന് മാത്രം. ഇനിയിപ്പോൾ ഈ സെയിം സെല്ലിനകത്ത് തന്നെ മാറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ട് എൻട്രി യൂസ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തു ഓൾട്ട് എൻ്റർ കൊടുക്കുകയാണെങ്കിൽ സെയിം സെല്ലിനകത്ത് തന്നെ നമുക്ക് താഴേക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. വെറുതെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയായിരിക്കും ടൈപ്പ് ചെയ്യുക. ഓൾട്ട് എൻ്റർ കൊടുത്തിട്ട് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട് കട്ട് കീയാണ് Ctrl+1. അതായത് ഫോർമാറ്റ് സെൽസ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+1 പ്രസ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുന്നത്. ഇതിൽ നമ്പർ, അലൈൻമെൻറ്റ്, ഫോണ്ട്, ബോർഡർ, ഫിൽ ഇതെല്ലാം വരുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയാണ് Ctrl+1 എന്നുള്ള കീ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടില്ല, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. അടുത്ത ഷോർട്ട് കട്ട് കീയാണ് Ctrl+D. Ctrl+D. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാറ്റർ ടൈപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ഈ സെയിം മാറ്റർ തന്നെ എനിക്ക് താഴേക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പോർഷൻ സെലക്ട് ചെയ്യുക, Ctrl+D കൊടുക്കുക. ഡൗണിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+D. ഓക്കെ, ഇനിയിപ്പോൾ ഈ സെയിം മാറ്റർ തന്നെ റൈറ്റിലേക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോർഷൻ സെലക്ട് ചെയ്യുക. ദെൻ Ctrl+R കൊടുക്കുകയാണെങ്കിൽ റൈറ്റിലേക്ക് ഫില്ല് ചെയ്തോളും. അതായത് Ctrl+D ഡൗണിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, Ctrl+R റൈറ്റിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യില്ല, അതുപോലെയൊക്കെ തന്നെയാണ്. കോപ്പി പേസ്റ്റ് ചെയ്യില്ല, അതുപോലെ തന്നെയാണ്. ഓക്കെ, Ctrl+D ഡൗണിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, Ctrl+R റൈറ്റിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് Ctrl+A സെലക്ട് ഓൾ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. Ctrl+A കൊടുക്കുകയാണെങ്കിൽ ആ ഷീറ്റ് കംപ്ലീറ്റ് സെലക്റ്റഡ് ആവും. ഫുൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+A കൊടുത്താൽ മതി. ഓക്കെ, Ctrl+A സെലക്ട് ഓൾ. പിന്നെ കട്ട് കോപ്പി പേസ്റ്റിൻ്റെ കീസാണ് Ctrl+C കോപ്പി, Ctrl+X കട്ട്, ദെൻ Ctrl+V പേസ്റ്റ്. ഈ സെയിം മാറ്റർ എനിക്ക് കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ മാറ്റർ സെലക്ട് ചെയ്യുക. ദെൻ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീയാണ് Ctrl+C. ഇത് കോപ്പി ആയിട്ടുണ്ട്. ഇനി എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ Ctrl+V കൊടുക്കുകയാണെങ്കിൽ പേസ്റ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് കട്ട് പേസ്റ്റ്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീയാണ് Ctrl+X. അപ്പം ഞാൻ ഈ മാറ്റർ സെലക്ട് ചെയ്തു, Ctrl+X കൊടുത്തു. ഇവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പേസ്റ്റ് ചെയ്യേണ്ട എവിടെയാണോ അവിടെ കഴ്സർ വെക്കുക, Ctrl+V കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. കോപ്പി ആണെങ്കിൽ അവിടെ നിന്ന് കോപ്പി എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 20-ലധികം ഷോർട്ട് കട്ട് കീസ് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം വർക്ക് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.